നമസ്കാരം, ഞാൻ ഡോക്ടർ ജനനി ബി നായർ, ഡെൻ്റൽ സർജനാണ്, ജയ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ ക്ലിനിക് ട്രിവാൻഡ്രം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് പല്ല് സേവ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പല്ല് സേവ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ പല്ലിൻ്റെ ഘടനയൊന്ന് പറയാം. അതായത് ടൂത്തിന് ഏറ്റവും പുറമേ ആയിട്ടുള്ള ടൂത്തിന് രണ്ട് സ്ട്രക്ചറായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ക്രൗൺ എന്നും റൂട്ട് എന്നും. അതിലെ ക്രൗണിന് ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ലെയറാണ് ഇനാമൽ, അതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ലെയർ. അതിൻ്റെ അണ്ടറിൽ കാണുന്ന ലെയറിൻ്റെ പേരാണ് ഡെൻറ്റിൻ. ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്ന ലെയറാണ് പൾപ്പ്. പൾപ്പിലാണ് നമുക്ക് നെർവ്സും ബ്ലഡ് വെസൽസും ഈ ടൂത്തിനെ സപ്ലൈ ചെയ്യാനുള്ള സ്ട്രക്ചേഴ്സ് അവിടെയാണ് ഉള്ളത്. അപ്പോൾ ഡെൻ്റൽ ഡീക്കെ എന്ന് പറയുന്നത് ഒരു ഡീമിനറലൈസിങ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. അതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തെ കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മൾ കഴിക്കുന്ന മധുരമുള്ള പദാർത്ഥം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റുള്ള എന്ത് ഭക്ഷണ പദാർത്ഥമാണെങ്കിലും നമ്മുടെ വായ്ക്കകത്ത് കുറേ സൂക്ഷ്മജീവികളുണ്ട്. സ്പെസിഫിക്കലി സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് അല്ലെങ്കിൽ ലാക്ടോബാസിലസ്, അസിഡോഫിലസ്, അങ്ങനെയൊക്കെയാണ് സൂക്ഷ്മജീവികളുടെ പേര്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൂത്ത് സർഫസിൽ വന്നിരിക്കുന്ന, അതായത് നമ്മുടെ ടൂത്തിൽ സ്റ്റിക്കായിട്ടിരിക്കുന്ന ഈ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥത്തെ ഡീഗ്രേഡ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അസിഡിക് ആയിട്ടുള്ള കണ്ടൻറ്റ് റിലീസ് ചെയ്യപ്പെടും. അതാണ് ശരിക്കും നമ്മുടെ ടൂത്ത് സ്ട്രക്ചറിനെ ഡീമിനറലൈസ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ കേട് എന്ന് പറയുന്നത്, നമ്മൾ മലയാള ഭാഷയിൽ പറയുന്ന കേട് അല്ലെങ്കിൽ ദന്തക്ഷയം അല്ലെങ്കിൽ ഡെൻ്റൽ ഡീക്കെ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് വളരെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളതാണ്. അതേപോലെ അത് സ്പ്രെഡിങ്ങുമാണ്. ഒരു ടൂത്തിൽ ഡീക്കെ വന്നാൽ ഉറപ്പായിട്ടും അടുത്ത ടൂത്തിലോട്ടും ഡീക്കെ സ്പ്രെഡ് ആവും. എങ്ങനെയാണ് ഇതിൻ്റെ കോഴ്സ്? ഫസ്റ്റ് ഡെൻ്റൽ ഡീക്കെ ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഇനാമലിനെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ടൂത്ത് കുറച്ച് ബ്ലാക്കിഷ് ആയിട്ട് കാണും എന്നേ ഉണ്ടാവുള്ളൂ. കൂടുതലായിട്ടും ഈ ഡെൻ്റൽ ഡീക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ടൂത്തിനകത്തുള്ള ഗ്രൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ വര പോലെ നമ്മുടെ അണപ്പല്ലുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവിടെയാണ് കുറച്ചും കൂടെ ഡീക്കെ പ്രോൺഡ് ആയിട്ടുള്ള ഏരിയയാണ് അവിടെയൊക്കെ. അപ്പോൾ അവിടെ ആയിരിക്കും യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പല്ലിൻ്റെ പുറത്തൊരു ചെറിയൊരു കറുത്ത വര അങ്ങനെ ആയിരിക്കും കാണുക. എപ്പോഴാണോ ഈ ഡീക്കെ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ലെയർ, അതായത് ഡെൻറ്റിനിലോട്ട് എത്തുക, ഡെൻറ്റിൻ്റെ ഡീപ്പായിട്ടുള്ള സ്ഥലത്തോട്ട് എത്തുമ്പോഴേക്കായിരിക്കും നമുക്ക് മധുരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടും തണുപ്പും ഒക്കെ കഴിക്കുമ്പോൾ പുളിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം ഡെൻറ്റിനിലോട്ട് നമ്മുടെ നെർവ് എൻസ് ഉണ്ട്. അപ്പോൾ അതിന് അവിടെ കുറച്ചുകൂടെ സെൻസേഷൻ അറിയപ്പെടുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെൻറ്റിനിലോട്ട് എത്തുമ്പോഴത്തേക്ക് പതുക്കെ പുളിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴാണോ ഡീക്കെ വീണ്ടും സ്പ്രെഡായി നമ്മുടെ തേർഡ് ലെയറിൽ എത്തുന്നത്, അപ്പോഴായിരിക്കും പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. കൂടുതലും ആൾക്കാർ ക്ലിനിക്കിലെത്തുക പല്ലിന് വേദന വരുമ്പോഴാണ് കൂടുതലും നമ്മളെല്ലാവരും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഈ പുളിപ്പ് തുടങ്ങുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഈ ഡീക്കെ സൂപ്പർഫിഷ്യലായിട്ട് ആയിരിക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ടൂത്ത് കളറിലുള്ള മെറ്റീരിയൽ വെച്ച് നമുക്ക് ആ ഏരിയ ഫില്ല് ചെയ്യാൻ പറ്റും. അത് നമ്മൾ റെസ്റ്റോറേഷൻ, ടൂത്ത് ഫില്ലിംഗ് എന്നാണ് പറയുന്നത്. പക്ഷേ കുറച്ചും കൂടെ ഡീപ്പ് ആവുകയാണ്, ഡീക്കെ കുറച്ചും കൂടെ ഡീപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് റെസ്റ്റോറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. മറ്റ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി പൾപ്പ് ഇൻവോൾവായി, അതായത് മൂന്നാമത്തെ ലെയർ വരെ കേടെത്തി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഫില്ലിങ്ങിൽ ഒരിക്കലും നമുക്ക് പല്ലിനെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യാറുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. അതായത് വേര് വരെ നമ്മൾ ഫില്ല് ചെയ്യും. അതിനെയാണ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, RCT എന്ന് പറയുന്നത്. പിന്നെ അതിലും നടന്നില്ല, ഡീക്കെ റൂട്ട് വരെ സ്പ്രെഡായി ഫുൾ ടൂത്ത് ബ്രോക്കൺ ആയി അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് ടൂത്ത് റിമൂവ് ചെയ്യേണ്ടി വരും. ഇനി എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ വേര് ചികിത്സ എന്നാണ് മലയാളത്തിൽ പറയാറ്. അതായത് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ഈ ഡീക്കെ പൾപ്പ് വരെ എത്തുമ്പോഴേക്കും നമ്മുടെ പൾപ്പ് അത്യാവശ്യം നന്നായിട്ട് ഇൻഫെക്റ്റഡ് ആവാൻ തുടങ്ങും. ചില സാഹചര്യങ്ങളിൽ പഴുപ്പ് വേരിൻ്റെ അറ്റം വരെ പോയിട്ട് എല്ലിനകത്ത് കുമിള പോലെ, ബലൂൺ പോലുള്ള ഡിസീസസ് വരെ ഉണ്ടാക്കും. അതിന് നമ്മൾ പെരിയപ്പിക്കൽ സിസ്റ്റ്, പെരിയപ്പിക്കൽ അബ്സസ് അങ്ങനെയുള്ള കണ്ടീഷൻസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുവരെയും പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൂത്ത് ഡ്രില്ല് ചെയ്ത് അതിനകത്തുള്ള നെക്രോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഈ പൾപ്പിനെ നമ്മൾ എടുത്തു മാറ്റും.
എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ കനാൽസ്, റൂട്ട് കനാൽസ് എന്ന് പറയും, നമ്മുടെ റൂട്ടിനകത്തുള്ള ആ ചാനലുകളെല്ലാം നമ്മൾ നല്ല ക്ലിയർ ചെയ്യും. ഡീബ്രൈഡ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ വാഷ് ചെയ്ത് അവിടെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ബയോ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് ഫില്ല് ചെയ്യും. അതായത് നമുക്ക് ആ മെറ്റീരിയൽസ് കാരണം നമുക്ക് ശരീരത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല എന്നുറപ്പ് വരുത്തിയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് തന്നെ നമ്മൾ വേരിനകം ഫില്ല് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ ടൂത്ത് ഫില്ല് ചെയ്യും. പിന്നീട് ടൂത്തിന് നമ്മളൊരു ക്യാപ്പും ഇട്ട് കൊടുക്കും. അപ്പോൾ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായും ക്യാപ്പിംഗ് ചെയ്യേണ്ടതുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. എന്താണ് റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാപ്പ് ഇടണമെന്ന് പറയുന്നത്? റൂട്ട് കനാൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടൂത്ത് നോൺ വൈറ്റലാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടൂത്ത് കുറച്ചൊരു ബ്രിട്ടിലാവും. അതായത് ഓവറായിട്ട് നമ്മൾ ചവയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടോട്ട് ഫോഴ്സ് വരും, പ്രത്യേകിച്ച് അണപ്പല്ലുകളിൽ. അപ്പോൾ നല്ല ഫോഴ്സ് വരുമ്പോഴത്തേക്ക് ടൂത്ത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ന രീതിയിൽ നമ്മൾ ക്യാപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഫ്രണ്ടിലത്തെ ടൂത്തിനെ പറ്റി, അപ്പോൾ ഫ്രണ്ടിലത്തെ ടൂത്തിൽ ക്യാപ്പ് ഇടണ്ടേ എന്ന് ചോദിച്ചാൽ, റൂട്ട് കനാൽ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പല്ല് നോൺ വൈറ്റൽ ആവുകയാണ്. നോൺ വൈറ്റൽ ആകുമ്പോഴത്തേക്ക് നിർജീവമാവുകയാണ്. അപ്പോൾ നിർജീവമാകുമ്പോൾ പല്ലിൻ്റെ കളറ് ചേഞ്ച് ആവും. സാധാരണ അത് ആദ്യം യെല്ലോ കളറാവും, പിന്നീട് ഗ്രേയിഷ് കളറിലോട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു ഈസ്തറ്റിക്കലി അത്ര അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസസിൽ നമുക്ക് ക്യാപ്പ് ഇട്ട് കൊടുക്കാം. ക്യാപ്പ് ഇടണ്ടേ എന്ന് ചോദിച്ചാൽ, അത് ലൈക്ക് ഫ്രണ്ടിലത്തെ ടൂത്ത് നമുക്ക് ബൈറ്റിങ്ങിൽ അധികം വരാത്ത കാരണം പെട്ടെന്ന് ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയില്ല. ഈ ഈസ്തറ്റിക് വൈസ് നോക്കുമ്പോൾ എന്തായാലും ക്യാപ്പ് ഇട്ട് കൊടുക്കണം. ഇനി മോണരോഗം വന്ന ഇളക്കം വന്ന പല്ലിന് നമുക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ ചെയ്ത് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. കാരണം മോണരോഗത്തിന് വേറെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഡീകേ കാരണം പൾപ്പ് ഡാമേജോ അല്ല നെക്രോട്ടിക് ആവുന്ന ടൂത്തിൽ മാത്രമാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത്. ഈ മോണരോഗം വരുമ്പോൾ നമുക്കവിടെ എല്ലിൻ്റെ തേയ്മാനം, പെരിഡോൺഷ്യത്തിലെ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും റൂട്ട് കനാൽ ചെയ്തിട്ട് കാര്യമില്ല. മോണരോഗം വരുമ്പോൾ ടൂത്തിൻ്റെ സ്റ്റെബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റേബിൾ അല്ലാത്തൊരു ടൂത്തിൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്യാൻ കഴിയത്തില്ല. ഇനി നമ്മൾ പല്ലെടുത്ത് മാറ്റുകയാണ്. ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പല്ലെടുത്ത് കളയുക. പല്ലെടുത്ത് കളയുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പല്ലെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ സ്വാഭാവികമായിട്ടും ആ പല്ല് പോയ സ്ഥലത്തൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഗ്യാപ്പിലോട്ട് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമുള്ള പല്ലുകൾ ആ ഗ്യാപ്പിലോട്ട് പതുക്കെ ചെരിയാൻ തുടങ്ങും. ചെരിയാന്ന് പറഞ്ഞാൽ അത് ആരോഗ്യകരമായിട്ടുള്ള ചെരിവല്ല, പത്തോളജിക്കൽ മൈഗ്രേഷനാണ്. അപ്പോൾ അതിങ്ങനെ സ്ലെൻഡർ ചെയ്താണ് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കും. അപ്പോൾ ചെരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ പല്ലിൻ്റെ ബലം നഷ്ടപ്പെടും. അവർ പതുക്കെ വീക്കാവാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ മറ്റുള്ള പല്ലുകൾക്കിടയിലെല്ലാം ഗ്യാപ്പ് വീഴാനും തുടങ്ങും. ഗ്യാപ്പ് വീഴുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഈ പല്ലിൻ്റെ ഇടയിൽ കയറിയിരിക്കുകയും ആ മറ്റുള്ള പല്ലുകൾക്കൂടെ കേട് വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായും നമുക്ക് പല്ലെടുത്ത് കളയുക എന്ന് പറയുന്നത് നമ്മുടെ ബാക്കി ഒരു പല്ലെടുത്ത് കളയുന്നതിലൂടെ നമ്മൾ ബാക്കിയുള്ള പല്ലിൻ്റെ ആരോഗ്യത്തെ കൂടെയാണ് നമ്മൾ ഒരു ചോദ്യത്തിൻ്റെ മുൾമുനയിൽ എത്തിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു കണ്ടീഷനിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. അവരെയും കൂടെ നമ്മൾ റിസ്കിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ചെയ്ത് നമ്മൾ ടൂത്തിനെ സേവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല്ലെടുത്ത് കളയുന്നതിലൂടെ നമുക്ക് നമ്മുടെ ചവച്ചരയ്ക്കാനുള്ള എഫിഷ്യൻസി കുറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ അപ്പിയറൻസിൽ വ്യത്യാസം വരുന്നു. പിന്നീട് നമുക്ക് വരാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചവയ്ക്കുന്നതിലുള്ള വ്യത്യാസം വരും. അതിന് ഒക്ലൂഷൻ എന്ന് പറയും. ഒക്ലൂഷനിൽ വ്യത്യാസം വരുമ്പോഴത്തേക്ക് നമ്മുടെ താഴ്ത്താടിയും മേൽത്താടിയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടൊരു ജോയിൻ്റ് ഉണ്ട്, ടെമ്പറോ മാൻഡിബുലാർ ജോയിൻറ്റ്, TMJ എന്ന് പറയും. അപ്പോൾ ആ ജോയിൻറ്റിന് സ്ട്രെയിൻ വരാനും പിന്നീട് അത് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു പല്ലെടുത്ത് കളയുന്നതിലൂടെ മൊത്തത്തിൽ നമ്മുടെ ഒരു ഓറൽ ക്യാവിറ്റിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാർമണിയാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത്.